PSC കോച്ചിങ് ക്ലാസ് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഇന്നലെ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ ചോദിച്ച ചോദ്യം തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം ഏതാണ് എന്നാണ് ചോദിച്ചത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം ഏതാണ് എന്നാണ് ചോദിച്ചത്. സെഫോളജിയാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം. ഇനി ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, നെട്ടുകാൽത്തേരിയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ. നെട്ടുകാൽത്തേരിയാണ് ആദ്യത്തെ കേരളത്തിലെ തുറന്ന ജയിൽ. അത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നെട്ടുകാൽത്തേരിയാണ് കേരളത്തിലെ തുറന്ന ജയിൽ. വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, കേരളത്തിലെ തുറന്ന ജയിൽ ഏതാന്ന് ചോദിക്കാം. അപ്പൊ നെട്ടുകാൽത്തേരി എന്ന് പറയണം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയാണ്. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് സമാധാന പുരസ്കാരം നൽകുന്ന സ്ഥലം. സമാധാന പുരസ്കാരം നൽകുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് എന്ന് നമ്മൾ എഴുതണം. ചൈനയുടെ പാർലമെന്റ് ഏതാണ്? അടുത്ത ചോദ്യം, ചൈനയുടെ പാർലമെന്റ് ഏതാണ്? നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ചൈനയുടെ തലസ്ഥാനം. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം ചോദിക്കാം. നമ്മള് വിദ്യാർത്ഥിനികൾക്ക് ആയോധന കലകൾ അഭ്യസിക്കുന്ന പദ്ധതി ഏതാണ്? ധീര എന്ന് പറയുന്ന പദ്ധതിയാണ്. ധീര എന്ന പദ്ധതിയാണ് വിദ്യാർത്ഥിനികൾക്ക് ആയോധന കല അഭ്യസിക്കുന്ന പദ്ധതി. കിരീബാതിയാണ് പുതുവർഷത്തെ ആദ്യമായി സ്വാഗതം ചെയ്ത പസഫിക് ദ്വീപ് രാഷ്ട്രം. കിരീബാതിയാണ് പസഫിക് പുതുവർഷത്തെ ആദ്യമായി സ്വാഗതം ചെയ്ത പസഫിക് ദ്വീപ് രാഷ്ട്രം. ഞാൻ നിങ്ങളോട് വേറെ ഒരു കാര്യം ചെയ്യാം. ഇനി അടുത്തൊരു ഡേറ്റ് ആണ്, നാളത്തെ ഒരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? അതിന്റെ അധ്യക്ഷൻ ആരാണ്? എവിടെ വെച്ചാണ് ഇത് രൂപീകൃതമായത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം, അതിന്റെ അധ്യക്ഷൻ ആരാണ്, എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ പരമാവധി പേര് തയ്യാറെടുപ്പ് നടത്തുക. ഭാവി നിങ്ങളുടെ മുന്നിലാണ്. അത് നശിപ്പിക്കാതെ സർട്ടിഫിക്കറ്റ് വാങ്ങൽ മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. പരമാവധി പേര് ഒരു അവഗാഹമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഉടമയാകുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.